ഭേദഗതി ബില്ല് ലോക്സഭയിൽ. ബില്ല് മുസ്ലിം വിരുദ്ധമല്ലെന്നും കേന്ദ്രം അധികാരങ്ങളിൽ കൈകടത്തില്ലെന്നും ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. നിയമം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബിൽ ജെപിസിക്ക് വിട്ടതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വഖഫിൽ ചർച്ച തുടരുന്നു. സിപിഐഎം 24ാം പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ടിൽ ആശമാർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനക്കുറവെന്ന് റിപ്പോർട്ട്. പ്രാദേശിക ഘടകങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേൽഘടകങ്ങൾ ഇടപെടണമെന്നും റിപ്പോർട്ട്. 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രകാശ് കാരാട്ട്. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് കണ്ണൂർ സ്വദേശി തസ്ലീമയും ആലപ്പുഴ സ്വദേശി ഫിറോസും. നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് നൽകാറുണ്ടെന്ന് തസ്ലീമ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ചർച്ച നാളെ വൈകിട്ട് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ആശാവർക്കർമാർ. ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് 3ാം തവണ. വാളയാർ കേസിൽ ഹൈക്കോടതി ഇടപെടൽ. പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു. സിബിഐ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. ഒരു നടപടിയും പാടില്ലെന്നും കോടതി. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് രേഖകൾ. ഗോകുലിന് പ്രായപൂർത്തിയാകാൻ 2 മാസം കൂടി ഉണ്ടെന്ന് സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഗോകുലിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകക്കാരൻ ബാലു രാജിവെച്ചു. അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ദേവസ്വം ഓഫീസിലെത്തി രാജിക്കത്ത് കൈമാറി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന കത്തിൽ. രാജി സ്വീകരിച്ചതായി കൂടൽമാണിക്യം ദേവസ്വം. റാങ്ക് പട്ടികയിൽ 2ാമനെ പരിഗണിക്കുമെന്ന് KDRB ചെയർമാൻ. പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ചു മോന്ത പൊട്ടിക്കുമെന്ന് MLA ഭീഷണി. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക്. സെക്രട്ടറി സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന് മുഹമ്മദ് മുഹസിൻ. IPL-ൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30. ബംഗളൂരുവിൽ ജയം തുടരാനുറച്ച ടീമുകൾ.